നമസ്തേ സാർ. നമസ്തേ. ഏപ്രിൽ 9 കേരളത്തിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള പേരിൽ എന്താണ് ഈ ഇലക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഈ രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള പട്ടമൊന്നും എനിക്ക് ചേരില്ല. പക്ഷെ എന്നാലും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ല, സാറ് ഒരുപാട് ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് ഉണ്ട്. ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതൊക്കെ തന്നെ ഒരു എക്സാഗ്രേഷനാണ്. എന്നാലും ഇത്തവണത്തെ ഇലക്ഷന് ഒരു പ്രത്യേകത കണ്ടത് ഇനി ഒരു 10-15 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് നോമിനേഷൻ കൊടുക്കാനുള്ളത്. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആരൊക്കെ ഗോതയിലുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഒരു 15 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിക്കും. ജനങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഈ മൈക്ക് അനൗൺസ്മെന്റും ജാഥയും അതൊക്കെ കുറഞ്ഞിരിക്കും. ഇത്തവണ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ രാഷ്ട്രീയ പാർട്ടികൾ കാൻഡിഡേറ്റിനെ അനൗൺസ് ചെയ്തതിന് ശേഷം ആ കാൻഡിഡേറ്റിൽ കേരളത്തിൽ ഒരിടത്തും വോട്ടില്ല എന്ന് കണ്ടുപിടിക്കുന്ന ഇത് ആദ്യത്തെ ഒരു നടാടെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും മെച്യൂർഡ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റു കാര്യങ്ങൾ. ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷൻ്റെ സമയത്ത് മിക്കവാറും എല്ലാ മാധ്യമ പ്രവർത്തകരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡീൽ. അങ്ങനൊരു സംഭവം ഉണ്ടോ സാർ? എന്താണ് ഈ ഡീൽ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു പുതിയ സംഭവവികാസമല്ല. ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പല പേരുകളിലാണ് ഇത് അറിഞ്ഞിരുന്നത്. വോട്ട് മറിക്കലെന്നും പിന്നെ എന്താണ് അടിയൊഴുക്കുകളെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിന്ന് മാത്രമേ ഇതിനെ കാണേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു ഇഷ്യൂ ഉള്ളത്, ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഹിന്ദുക്കളിൽ ഒരു 55-60% ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. റാദർ 50-55% മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 45% ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. 45% ഹിന്ദുക്കൾ. അപ്പൊ അതായിരുന്നു കഴിഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്ന മറ്റു പാർട്ടികൾക്കുള്ള ഒരു പ്ലസ് പോയിന്റ്. അതിനൊരു മാറ്റം ഇപ്രാവശ്യം വരികയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻസ് എന്നൊക്കെ മാറും. അതാണ് ഈ ഇലക്ഷനെ കുറിച്ച് എനിക്ക് ഒരു പെട്ടെന്ന് തോന്നിയ ഒരു വികാരം. ഈ ഡീലിനെ കുറിച്ചൊക്കെ പണ്ടും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആദ്യമായിട്ട് 10 സീറ്റ് എന്നൊക്കെ പറയുന്നത്. മറ്റേ 1-2 സീറ്റുകൾ മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടുന്നുള്ളൂ. ഇപ്പോൾ 10-ൽ കൂടുതൽ സീറ്റുകളിൽ ഡീലെന്ന് പറഞ്ഞ് 2 പാർട്ടികൾ പറയുന്നു. എല്ലാം പറയുന്നു. അത് ഞാൻ നോക്കിക്കാണുന്നത്, അവർക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കോൺഫിഡൻസ്, അതായത് ഈ ഹിന്ദുക്കളൊന്നും വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്താലും നമുക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ആ കോൺഫിഡൻസിൽ ഒരു കോട്ടം തട്ടിരിക്കുന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതായത് സാർ പറഞ്ഞു, ഈ ഹിന്ദുക്കളുടെ വോട്ടിംഗ് പാറ്റേണിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഒരു വോട്ടിംഗ് ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണോ സാറിന്? തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നാണ് ആശിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ 5ാം മന്ത്രി ചോദിച്ചപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു പോളറൈസേഷൻ അതിവിടെ സംഭവിച്ചില്ലെന്ന് പറയാൻ നോക്കില്ല, സംഭവിച്ചിട്ടുണ്ട്, ശരിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആൾക്കാർ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ മാറേണ്ടതാണ്, മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഡൽഹിയിലെ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടൊരു സെൻട്രൽ ഗവൺമെന്റ്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൻ്റെ ഒരു പാർട്ടായി കൂടായില്ലല്ലോ. സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി മറിച്ചായതുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടെ ആക്കം കൂട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്, UDF ഇപ്പോഴും പൊട്ടുവോ സാറിന് എന്ത് തോന്നുന്നു? UDF പൊട്ടുന്നല്ലേ നല്ലത് എന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ സാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊന്ന് വിശദമാക്കാമോ? എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. സാർ എന്ത് ചിന്തിക്കുന്നു എന്ന് കേൾക്കാനാണ് എനിക്ക്. അത് വളരെ സിമ്പിളാണ്. അതായത് കഴിഞ്ഞ UDF കാലത്ത് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടായി. പിന്നെ കോൺഗ്രസ് നിന്ന് വേറൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളും ഉണ്ടായി. അപ്പൊ അങ്ങനെ 6 പേര്. ഈ 6 പേരും കൈകാര്യം ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് നമ്മൾ നോക്കിയാൽ, അതായത് എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ. എഡ്യൂക്കേഷനും
ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ കാശ് വരുന്നത്. 20-21% എഡ്യൂക്കേഷന്, 20-23% ലോക്കൽ അഡ്മിനിസ്ട്രേഷന്, ഇൻഡസ്ട്രീസും PWDയും ചേർന്നൊരു 14-15%. അങ്ങനെ ഒരു 55% ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. 55-60% ഈ മുസ്ലിം ലീഗിന് ടോട്ടൽ നമ്മുടെ ബജറ്റിന്റെ അലോക്കേഷൻ കൈകാര്യം ചെയ്യുന്നത് ഈ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മിനിസ്റ്റേഴ്സാണ്. ഈ 60% പറഞ്ഞെങ്കിൽ തന്നെയും ഈ ഇൻഡസ്ട്രീസിലും PWDയിലും വരുന്ന അലോക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇതിനും അപ്പുറമാണ്. അതായത് കിഫ്ബി ഇൻവെസ്റ്റ്മെന്റ് വഴിയെടുക്കുന്ന പ്രോജക്ട്സ് ഒന്നും ഇതിൽ വരില്ല. അതെല്ലാം ഓഫ് ബാലൻസ് ഷീറ്റ്, ഓഫ് ബഡ്ജറ്റ് പിന്നെ പ്രോജക്ട്സ് ആണ്. അപ്പോൾ അത് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു 65% വെച്ചോളൂ. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ മറ്റേ 55-ഉം ഇതിന്റെ ഒരു 15-ഉം അപ്പോൾ 70%. അത് മാത്രമല്ല, ഈ ഇത്തവണ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിസ്റ്റേഴ്സ് മുസ്ലിം അല്ലാത്ത മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിം അല്ലാത്ത എന്ന് പറയാം ഉണ്ട്. മനസ്സിലായി. അതായത് മോർ മുഹമ്മദ് ആൻഡ് മുസ്ലിം. ഫോർ എക്സാമ്പിൾ പിന്നെ VD സതീശൻ, പിന്നൊന്ന് രമേശ് ചെന്നിത്തല. നോവൽ എന്റെ മകന്റെ പബ്ലിക്കേഷനിൽ കൂടി ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ കക്ഷിയാണ് രമേശ് ചെന്നിത്തല. മുസ്ലിം ലീഗ് കൂടെ ഭരിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാണ് VD സതീശൻ. ഇല്ല ഹിന്ദുക്കളെല്ലാം അദ്ദേഹം പിന്നെ എന്താ പറഞ്ഞത്, വർഗീയവാദികളെല്ലാം നിരോധിക്കുമെന്നൊക്കെ. അല്ല, ഹിന്ദു ഭീകരവാദത്തെ നിരോധിക്കും. എന്ത് ഭീകരവാദം അല്ല ഇവിടെ പിന്നെ പൊട്ടും തൊട്ട് പിന്നെ നാമജപവും കൊണ്ട് നടക്കുന്ന ഇവർക്ക് എന്ത് ഭീകരവാദം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഭീകരവാദം മറ്റു ഭാഗത്തുള്ളതിനെ കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ 3 മിനിസ്റ്റർ, അപ്പൊ 6 മിനിസ്റ്റേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ ഒരു മിനിസ്റ്റർ കൂടെ വേണമെങ്കിൽ മുസ്ലിം ലീഗ് ചോദിച്ചുകൂടായില്ല. അത് പോയിട്ട് ഈ പറഞ്ഞ 3 പേര് എല്ലാം കൂടെ ഒരു 10 മിനിസ്റ്റേഴ്സ് നമ്മുടെ ടോട്ടൽ ബജറ്റ് അലോക്കേഷൻ റിസോഴ്സസിന്റെ കൈകാര്യം ചെയ്യുന്നത് ഇവരായി മാറും. അതായത് 80% മൊത്തം. യെസ്, അതായത് ഈ 26% ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ 80% റിസോഴ്സസും കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതാണ് UDF വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UDF വരാതിരിക്കുന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അല്ല സാറേ, ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട്, അതായത് ഇപ്പം 1000 രൂപ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 800 രൂപ കൈകാര്യം ചെയ്യുന്നത് 26% വരുന്ന ജനവിഭാഗം. ബാക്കിയുള്ള 74% പേർക്ക് മാത്രമേ 200 രൂപ കിട്ടുന്നു. 200 രൂപ അല്ല, കൈകാര്യം ചെയ്യാനുള്ള ചെയ്യാൻ വരുന്ന അവസരം. പിന്നെ ഇതൊരു വലിയ ഗ്യാപ്പ് അല്ലേ സൃഷ്ടിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇൻഡസ്ട്രീസില് ഈ പറഞ്ഞ ഫണ്ട് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ഉപരിയായിട്ട് അതിനകത്തുള്ള ഏകദേശം 146 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് കേരളത്തിൽ. അതിൽ 130 ഫംഗ്ഷനിലാണ്. ഈ ഇൻഡസ്ട്രീസിലേക്ക് ഉള്ള തലപ്പത്തുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ അപ്പോയിന്റ്മെന്റ്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ മിനിസ്റ്ററാണ്, ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. അത് ഈ എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രീസ്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, PW ഇതൊക്കെ തന്നെ ഇവരുടെ കയ്യിലായിരുന്നു. അത് EMSന്റെ കാലത്തൊട്ട് തുടങ്ങിയ പരിപാടിയാണിത്. അത് അവർ വിട്ടുകൊടുത്തിട്ടേ ഇല്ല. അപ്പൊ അത് അതിന്റെ ഒരു റാമിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഫണ്ട് കൈകാര്യം ചെയ്തില്ല മാത്രമല്ല, അതിലപ്പുറം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്നതിനകത്തും പ്രകടമായി. ഉദാഹരണത്തിന് KT ജലീലിന്റെ ഒരു ചേട്ടന്റെ മകനോ അനിയന്റെ മകനോ ഒരാളിനെ അയാള് വെറും സൗത്ത് ഇന്ത്യൻ, അത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ല, ഒരു പ്രൈവറ്റ് ബാങ്കില് വെറും സ്കെയിൽ 3 മാനേജർ ആയിരുന്ന ഒരാളെയാണ് ഇവിടെ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലേക്ക് കൊണ്ടുവന്ന് MD ആക്കി വെച്ചത്. അതൊക്കെയാണ്. അതാ അവസ്ഥ കുറച്ച് കൂടും ഇനിയിപ്പോ. കാരണം വരാൻ പോകുന്ന മുഖ്യമന്ത്രിയും അന്ന് ഒരു ഗുണമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി അത്രയും
ഈൽഡ് ചെയ്യുന്ന ആളായിരുന്നില്ല. അതെ ഇപ്പൊ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി അത്രയും ഒരു മുസ്ലിം ആയിരുന്നില്ല, അതെ മുസ്ലിം ചിന്താഗതിക്കാരനായിരുന്നില്ല. അതെ അപ്പൊ ഇപ്പൊ അതല്ല. ഇപ്പൊ വരുന്ന ഇവർക്ക് പിന്നെ ആ ചിന്താഗതിയുള്ളവരാകുമ്പോ അതെ. കൈകടത്തലുകളൊന്നും ഉണ്ടാവില്ല. സാറേ, ഈ കേരളത്തിൽ ഇപ്പോഴും 51% ഹിന്ദുക്കളാണ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇവരെല്ലാം ഈ കാന്തപുരം കേരള യാത്ര നടത്തി. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അതിൻ്റെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ വെറും 2 മാസത്തിന് മുമ്പ് നമ്മുടെ തിരുനാവായയിൽ മഹോത്സവം നടന്നല്ലോ. ഒരാൾ തിരിഞ്ഞു നോക്കി അങ്ങോട്ട്, കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് ഒരാൾ അങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെ എന്ത് മതേതരത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്? ഈ മതേതരവും ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ മതേതരമൊന്നുമില്ല. ഇവിടെ വർഗീയത തന്നെയാണ്. ഇവിടെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ രാജ്യത്താണ് എം.എൽ.എ. കെ.എം. ഷാജി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എവിടെയാ മതേതരത്വം ഉള്ളത്? എക്സാമ്പിള് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിനെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അയാൾ പറഞ്ഞ വാസ്തവല്ലേ? കഴിഞ്ഞ 50 വർഷമായിട്ട് ഇന്ത്യയിലെ എസ്പെഷ്യലി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രം ഒന്ന് ശബരിമലയും ഗുരുവായൂരുമാണ് ഇവിടുത്തെ 2 വലിയ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ആ ക്ഷേത്രം ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതുവരെയായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഹിന്ദുവിനെ നിർത്താനോ വിജയിപ്പിക്കാനോ പറ്റിയില്ല എന്ന് പിന്നെ പറഞ്ഞാൽ എന്താ തെറ്റ്? അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. അതേസമയം നമ്മുടെ കെ.എം. ഷാജിക്കെതിരെ ഒന്നുമില്ല. എന്തിനാ? കെ.എം. ഷാജി എന്താ പറഞ്ഞത്? മതമാണ് പ്രശ്നം എന്ന്. അത് ഉൾപ്പെടെ തന്നെ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 10 വർഷം 9 വർഷം 6 മാസത്തിന് മുമ്പ്, അതെ, ഇപ്പൊ 10 വർഷമായി. അതെല്ലാം തിരിച്ചു പിടിക്കുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു പിടിച്ച് നമ്മുടെ മതക്കാർക്ക് കൊടുക്കുമെന്നാണ്, ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ്. പിന്നെ എവിടെയാണ് മതേതരത്വം? അതൊരു വെറും ഫാഴ്സ് വാക്കാണത്. അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ സാധിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ NSS എപ്പോഴും കോൺഗ്രസിന്റെ കൂടെയാണ്. ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ കൂടെയും പോയി, പിണറായി വിജയൻ കൂടി പോയി. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഈ NSSന് ദ്രോഹം ചെയ്തിട്ടുള്ളത്. ഈ കരമന നമ്മുടെ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഒതുക്കിയത് കാരണം അന്ന് 4 MLA-മാരുണ്ടായിരുന്ന ഒരു സമുദായമാണ്. അപ്പോ അത് കൂടുമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒതുക്കി. അദ്ദേഹം തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് ആ സ്ഥാനവും ഇല്ലാതാക്കി. അങ്ങനെ ചെയ്തതാരാ? കെ. കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇന്ന്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ വർഗീയത പറയുന്നു പറയും. നമ്മൾ ഫാക്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു സമുദായമാണ് ഇപ്പോ അവരുടെ പുറകെ നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. പിന്നെ ഇവരിൽ എത്ര പേര്, നിങ്ങൾ ഈ പറഞ്ഞ സുരേഷ് പറഞ്ഞില്ലേ ഇവിടെ ആരും പോയില്ല എന്ന്, അവരെത്ര പേര് കുംഭമേള കാണാൻ പോയി, അല്ലെങ്കിൽ അയോധ്യയിൽ പോയി? ഒരാളും പോയി. പോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇത് മതേതരത്വം പോകുന്ന അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്നും കാര്യമില്ല. അപ്പോൾ സാറേ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി ഒരു ഹാട്രിക് അടിക്കാനുള്ളൊരു മണം അടിക്കുന്നുണ്ടല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കൊക്കെ തന്നെ ഒരു ടോട്ടൽ ഒരു സമൂലമായ ഭരണമാറ്റം വരുന്നതാണ് നല്ലത്, വരണമെന്നാണ് പലരുടെയും ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നമ്മുടെ സമൂഹം അതിന് പാകമായില്ല എങ്കിൽ, പക്വമായില്ലെങ്കിൽ, കറക്റ്റ് ആയില്ലെങ്കിൽ അവർ വരുന്നതിന് അവർ നല്ലതായിട്ടല്ല, ഒരു കാരണത്തിലും ഒരു ആസ്പെക്റ്റിലും അവർ നല്ല പറയാൻ പറ്റില്ല. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് ലെസർ ഈവിൾ, അവർ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത 16 ദിവസത്തിനകം ഇലക്ഷൻ നടക്കും. പിന്നെ 1 മാസം കൂടെ കാത്തിരിക്കേണ്ടി വരുന്ന റിസൾട്ട് വരാൻ. ലെറ്റ് us hope for the best. യെസ്. നമസ്തേ. നമസ്തേ.